ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അടുത്തതായി ലഭിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി ആവരിക്കും. ചിലപ്പം ചെകുത്താൻ നമ്മുടെ തിന്മയ്ക്കായി ചെയ്യുന്നു. അവൻ നമ്മളെ പിടിച്ച് തള്ളും. നമ്മൾ ഉരുണ്ടു വീണ് മൂക്കും ചതഞ്ഞ് കയ്യും കാലും ചതഞ്ഞ് ദൈവം തമ്പുരാൻ എവിടെടാ എന്ന് ചോദിക്കാനാ നമ്മളെ തള്ളുന്നത്. പക്ഷെ ഉരുണ്ടു വീഴുന്നത് നന്മയ്ക്കാണെന്നുള്ള കാര്യം ചെകുത്താൻ അറിയത്തില്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തൊന്ന് ഉറക്കെ ഒന്ന് വായിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആ വചനം വിശ്വസിക്കുന്നു? എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുകൊണ്ട്, അവന്റെ നിർണയത്തിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുകൊണ്ട്, അവന്റെ ജീവന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതപ്പെട്ടതുകൊണ്ട്, അവന്റെ വിശുദ്ധഗണത്തിൽ ഞാൻ എണ്ണപ്പെട്ടതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നേരിടുന്നതെല്ലാം നന്മയ്ക്ക്, നന്മയ്ക്ക്, അത് നന്മയ്ക്ക്. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പിശാച് ഇന്ന് രാത്രി പോകട്ടെ ദൈവമക്കളെ. അവൻ നിന്റെ മനസ്സിനെ അലട്ടി, നിരാശപ്പെടുത്തി, സംശയ വിചാരങ്ങൾ കൊണ്ടുവന്നു നിന്നെ ഇട്ടുകൊണ്ട് വട്ടം കറക്കുകയാണോ? ഇന്ന് രാത്രി നീ പറയണം, എല്ലാം നന്മയ്ക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്ക്. ചിലപ്പോൾ അത് നമ്മൾ അതിന്റെ ആഴങ്ങളൊന്നും അറിയത്തില്ല. ദൈവം തമ്പുരാനെ ഇത്ര വലിയൊരു ആഴത്തിന്റെ പദ്ധതിയുണ്ടോ? നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ സാധാരണ മീറ്റിങ്ങുകളൊക്കെ പറയും. അടുത്ത കാലത്ത് കേരളത്തിലെ പ്രശസ്തനായ ഒരാൾ പ്രസംഗിക്കുമ്പോൾ യാദൃശ്യമായി ഞാൻ കേട്ടതാണ്. നമ്മുടെ ഈ നാട്ടിലൊക്കെ സാലുവേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ക്രൈസ്തവ സമൂഹത്തിൽ എഴുന്നേറ്റ് വന്നിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമായിരുന്നു ഈ സാലുവേഷൻ ആർമി. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരനായ ഒരു ബ്രിട്ടീഷ് സൈനികൻ വില്യം ബൂത്താണ് ബ്രിട്ടൻ ആർമിയുടെ ചിട്ടയനുസരിച്ച് ഈ സംഘടന രൂപീകരിച്ചത്. ഒരു കാലത്ത് ഈ സാലുവേഷൻ ആർമിയുടെ പിന്നിലായിരുന്നു റെഡ് ക്രോസ് പ്രവർത്തനം ലോകത്തിലെമ്പാടും പടർത്തിയത്. എന്നാൽ പിൽക്കാലത്ത് അത് പലതും പല വഴികളായി നശിച്ചു പോകുന്നു. എങ്കിലും യൂറോപ്യൻ നാടുകളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും ഇന്ന് അതൊരു വലിയ സംഘടനയാണ്. ഇതാരംഭിച്ചത് വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു മഹാനായിരുന്നു. ഈ വില്യം ബൂത്തിന്റെ ആരംഭ നാളുകളിൽ ലണ്ടൻ പട്ടണത്തിൽ വലിയ ഉണർവിന്റെ നാളുകളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പട്ടണത്തിൽ ഒരു സാധുവായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശമൂവേൽ ബ്രിങ്കിൾ എന്നാണ്. ഈ ശമൂവേൽ ബ്രിങ്കിൾ ഒരു സാധുവായ നീഗ്രോയാണ്. വിദ്യാഭ്യാസം തനിക്കില്ല. ഈ സാധുവായ മനുഷ്യൻ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ശമൂവേൽ ബ്രിങ്കിൾ, എന്നെ കൂടെ സുവിശേഷ വേല ചെയ്യിക്കാമോ? അപ്പോൾ ദൈവം പറഞ്ഞു, നീ പോയി വില്യം ബൂത്തിനോട് പറയാൻ പറഞ്ഞു. ഈ സാധുവായ മനുഷ്യൻ ഓടിച്ചെന്ന് വില്യം ബൂത്തിനോട് പറഞ്ഞു, സാർ, നിങ്ങളോടൊപ്പം എന്നെ കൂടെ സുവിശേഷ വേലയ്ക്ക് എടുക്കണമേ. ആളിക്കുറിയവൻ, കറുത്ത് വിരൂപനായവൻ, വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ. വില്യം ബൂത്ത് ഇറങ്ങി വന്ന് ചോദിച്ചു, നീ എവിടുത്തുകാരനാണ്? ഇന്നതാണ്. എന്ത് വിദ്യാഭ്യാസമുണ്ട്? സാറേ, വിദ്യാഭ്യാസമൊന്നുമില്ല. ഏതെങ്കിലും സെമിനാരി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല സാറേ. എന്നാ പോയിക്കൊള്ളാൻ പറഞ്ഞു. വന്ന വഴി അറിയാമല്ലോ, പോയിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശമൂവേൽ ബ്രിങ്കിളിനോട് ദൈവം പറഞ്ഞു, നീ പോയി വില്യം ബൂത്തിനോട് പറയാൻ. വീണ്ടും അദ്ദേഹം പറഞ്ഞു. വില്യം ബൂത്ത് ആട്ടി പുറത്താക്കി കളഞ്ഞു. ദുഃഖിതനായ ശമൂവേൽ ബ്രിങ്കിൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ ദൈവം പറഞ്ഞു, നീ ഒരിക്കൽ കൂടെ പോയി പറയാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചെന്ന് വില്യം ബൂത്തിനോട് പറഞ്ഞു, സാർ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങളോട് തരാമോ? ഇവനൊരു തലവേദനയാണെന്ന് കണ്ടപ്പോൾ ഈ വില്യം ബൂത്ത് പറഞ്ഞു, എന്നാൽ നിനക്ക് ഞാനൊരു ജോലി തരാം, ഇഞ്ഞു വാടാന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് പോയിട്ട് അവിടെ പ്രവർത്തകരായ ആ സുവിശേഷ പ്രവർത്തകരില് അവരുപയോഗിക്കുന്ന ഷൂ പോളിഷ് ചെയ്യാനാണ്. അപ്പൊ നീ ആ മുറിക്കകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. നീ ആരാധന സ്ഥലത്ത് വരരുത്. കാന്റീനിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിച്ചോണം. 10 പൈസ നിനക്ക് ഞാൻ ശമ്പളം തരത്തില്ല. ഈ മിഥ്യത്തെങ്ങ് നിന്നെ കണ്ടേക്കല്ലേ. ശമൂവേൽ ബ്രിങ്കിളിനെ അകത്ത് കയറ്റി കഥ കടച്ചു. ദൈവമക്കളെ, ഓരോ ഷൂ പോളിഷ് ചെയ്യുമ്പോഴും ശമൂവേൽ ബ്രിങ്കിൾ യേശുവിനുള്ള സ്നേഹത്താൽ അതിൽ ചുംബിക്കുമായിരുന്നു. 1-2 വർഷമല്ല, ദീർഘമായ 16 വർഷം സൂര്യ വെളിച്ചം കാണാതെ, പുറം സമൂഹം അറിയാതെ ആ ഇരുളിന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഭക്തന്മാരുടെ ഷൂ പോളിഷ് ചെയ്യും. ദൈവവചനം ദൈവം പഠിപ്പിച്ചു വായിക്കുകയും ചെയ്തു. വർഷങ്ങൾ പലത് കടന്നുപോയി. ലണ്ടൻ പട്ടണത്തിൽ വലിയൊരു ക്രൂസൈഡ് നടന്നു. 1ഉം 2ഉം രാത്രി മീറ്റിംഗ് കഴിഞ്ഞു. 3-ാം രാത്രിയുടെ മീറ്റിംഗ് സമയം ആവുമ്പോൾ അന്ന് വരേണ്ട ആള് മീറ്റിംഗിന് വരത്തില്ല. പെട്ടെന്നൊരു ടെലഗ്രാം കിട്ടി, വില്യം ബൂത്ത്, ഞാൻ സോറി, എനിക്ക് വന്നു ചേരാൻ ഒക്കത്തില്ല, ഞാൻ കഷ്ടത്തിലാണ്. വില്യം ബൂത്ത് വിഷമിച്ചു പോയി. ലക്ഷങ്ങൾ പങ്കെടുക്കുന്നതാണ്, എന്തു ചെയ്യും? അദ്ദേഹം വ്യാകുലപ്പെട്ടു. ഓടി ചാപ്പലിലേക്ക് ചെന്നു, ദൈവസന്നിധിയിൽ കടന്നു. കർത്താവേ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ്, ഞാൻ എന്തു ചെയ്യും? ദൈവം മൃദുവായി പറഞ്ഞു, വില്യം ബൂത്ത്, ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കേണ്ടത് ആരാണെന്നുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്.
അങ്ങ് കരുതിയിട്ടുണ്ടോ? അതെ. ആരാണ് കർത്താവ്? അത് ഞാൻ ആരാണെന്ന് വെച്ചാൽ അന്നേരം പറഞ്ഞോളാം. സമയം കഴിഞ്ഞു, 5 മണിയായി. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാണ് കർത്താവ്? ഞാനാണോ പ്രസംഗിക്കേണ്ടത്, അതോ എന്റെ കൂടെ ഉള്ള ആരെങ്കിലും ആണോ? ഒന്ന് പറയാമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ജനം എന്റേതാണ്, ഈ പ്രവർത്തനം എന്റേതാണ്, അത് നിന്റേതല്ല. ആര് പ്രസംഗിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചുകൊള്ളൂ. വീണ്ടും ചോദിച്ചു, ആരാണ് കർത്താവ്? അപ്പോൾ പറഞ്ഞു, 16 വർഷമായി നീ ഷൂ പോളിഷ് ചെയ്യുവാൻ ആ അറയിൽ അടയ്ക്കപ്പെട്ട ഒരു ശമൂവേൽ ബിർങ്കിളുണ്ടല്ലോ, അവനാണ് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പോകുന്നത്. വില്യം ബൂത്ത് പറഞ്ഞു, കർത്താവേ, അത് മണ്ടത്തരമാണ്. അവന് വിദ്യാഭ്യാസമില്ല, അവന് അറിവില്ല, അവന് പ്രാപ്തിയില്ല, ഇന്നാകെ കുഴയും. കർത്താവ് പറഞ്ഞു, നിനക്ക് ഈ പ്രാപ്തി ഉണ്ടെന്ന് ആരാ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നിനക്ക് തോന്നിയതല്ലേ. അപ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇപ്പോൾ ഞാൻ പോവുകയാണ്. ഓടിച്ചെന്ന് ശമൂവേൽ ബിർങ്കിളിനോട് ചോദിക്കുമ്പോൾ ബിർങ്കിൾ പറയും, സാറേ എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. ഇദ്ദേഹം ജീപ്പ് എടുത്ത് ഓടിച്ചെന്നു, ശമൂവേൽ ബിർങ്കിളിന്റെ ഡോറിൽ കൊട്ടി. അദ്ദേഹം ഇറങ്ങി വന്നു. തലമുടിയെല്ലാം വളർന്നു, താടിയെല്ലാം വളർന്നു നരച്ചു, വസ്ത്രമെല്ലാം മുഷിഞ്ഞു കയറി. എന്താണ് സാർ എന്ന് ചോദിച്ചു. ശമൂവേൽ ബിർങ്കിൾ വന്നിറങ്ങി, സാർ എന്തു പറ്റി, എന്തിനാ വിഷമിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് ശമൂവേൽ ബിർങ്കിൾ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ വരുമെന്ന് പറഞ്ഞ ആള് വന്നില്ല. ഇദ്ദേഹം പ്രസംഗിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി സാർ, ഞാൻ പ്രസംഗിക്കാം. വരണ്ടുപോയി, വില്യം ബൂത്ത് വരണ്ടുപോയി. പെട്ടെന്ന് ബാർബറെ വരുത്തി തലമുടിയൊക്കെ വെട്ടി ആളിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. ഒരു പാന്റ് ഇട്ടപ്പം പറ്റിയ പാന്റില്ല, പാന്റ് അങ്ങ് ഊരിപ്പോവും. അപ്പൊ ഒരു ചരടൊക്കെ വെച്ച് കിട്ടി. കോട്ടിട്ടപ്പം കോട്ടിന് നീള കൂടുതലാ, കോട്ടൊക്കെ മടക്കി വെച്ച് പിന്നിനൊക്കെ കുത്തിക്കൊണ്ട് ശമൂവേൽ ബിർങ്കിളിനെയും കൊണ്ട് സ്റ്റേജിലേക്ക് പോയി. ആ വില്യം ബൂത്ത് പറഞ്ഞു, ഇന്നത്തെ പ്രാസംഗിന് എത്തിയിട്ടുണ്ട്. പറഞ്ഞ ശേഷം ഈ വില്യം ബൂത്ത് നാണക്കേടാണെന്ന് ചിന്തിച്ച് സ്റ്റേജിന്റെ ഏറ്റവും പന്തലിന്റെ പുറകിൽ പോയി ഒരു കസാറയിൽ ഒളിച്ചിരിക്കുകയാണ്. ശമൂവേൽ ബിർങ്കിൾ പ്രസംഗിക്കാൻ കയറി. വേദപുസ്തകം മാർവോട് വിളിച്ചു, ഒരേ ഒരു വാക്ക് പറഞ്ഞു, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനത്രേ. വാക്ക് മുഴങ്ങിക്കൊണ്ടിരുന്നു. ജനമെല്ലാം നിലവിളിച്ചു. കസാറകളെല്ലാം ഒഴിഞ്ഞു. വില്യം ബൂത്ത് നോക്കുമ്പോൾ കസാറയിൽ ആരുമില്ല, എല്ലാവരും കമന്നു കിടക്കുകയാണ്. ആ മഹാൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്റ്റേജിലേക്ക് ഓടി വന്നു. ഈ ശമൂവേൽ ബിർങ്കിളിന്റെ കാൽക്കൽ വീണു. അങ്ങയുടെ അദ്ദേഹത്തിന്റെ ഷൂ ചുംബിച്ചു. അയ്യോ, അങ്ങേ ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങയാണ് ഈ സംഘടന നടത്തേണ്ടത്, ഞാൻ അങ്ങയ്ക്ക് സഹായിയായിരുന്നോളാം. വില്യം ബൂത്തിന്റെ മരണശേഷം സാൽവേഷൻ ആർമി എന്ന സംഘടന നടത്തിയത് ഈ ശമൂവേൽ ബിർങ്കിൾ എന്ന മഹാനാണ്. പ്രിയ ദൈവവൈതലേ, നിന്റെ കണ്ണുനീരും നിന്റെ കഷ്ടതകളും കാണാൻ ആരോരുമില്ലെന്ന് നീ കരുതിയിരിക്കുന്നുവോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്ക് ഇന്ന് രാത്രി നമുക്ക് ഏറ്റുപറയാം, എന്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം നന്മയായി തീരും.